ഞാൻ എൻ്റെ ഫ്രണ്ട്സ് രണ്ടുപേരായിട്ട്, അതായത് ടോട്ടൽ 3 പേരായിട്ട് അവരുടെ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് ഒരു ബേക്കറി അല്ലെങ്കിൽ വേണ്ട ഒരു ജ്യൂസ് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ചെറിയ രീതിയിൽ. കുറച്ച് നാൾ കഴിയുമ്പോൾ എനിക്ക് തോന്നുകയാണ്, ഓക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും, വേണമെങ്കിൽ കുറച്ച് അഡീഷണൽ ആയിട്ട് ഒരു നല്ല വലിയ ഫ്രിഡ്ജ് മേടിക്കാം, അല്ലെങ്കിൽ കുറച്ച് അഡീഷണൽ സ്റ്റാഫ്സിനെ റിക്രൂട്ട് ചെയ്യാം, വേണമെങ്കിൽ കുറച്ച് എക്സ്പാൻഡ് ചെയ്യാം. പക്ഷേ അതിന് നമ്മുടെ കയ്യിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വേണം, അതിന് കാശ് വേണം അല്ലേ. അപ്പം ഞാൻ നോക്കുമ്പോൾ നമ്മുടെ അതിനുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. അപ്പം നമ്മൾ നാട്ടുകാരുടെ അടുത്ത് അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ അടുത്ത് പറയാണ്, ഇത്ര ഷെയർസ് ഞാൻ പബ്ലിക്കിന് ഓഫർ ചെയ്യാണ് ഈ കമ്പനിയുടെ, അതായത് ഒരു കോ ഓണർഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത്ര ഷെയർസ് നമ്മൾ പബ്ലിക്കിന് ഓഫർ ചെയ്യാണ്. അത് അവർ എല്ലാവരും മേടിക്കുമ്പോൾ ലംസമായിട്ട് എനിക്കൊരു വലിയ എമൗണ്ട് കിട്ടുമല്ലോ. ആ എമൗണ്ട് ഞാൻ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ ആവശ്യങ്ങളെല്ലാം നടത്തുകയാണ്. ചിലപ്പോൾ ഞാൻ ലോൺ എടുത്തത് എനിക്ക് റീപേ ചെയ്യാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. കമ്പനിക്ക് വേണ്ടി കൂടുതൽ ആ ഇൻവെസ്റ്റ്മെന്റ് എനിക്ക് ചെയ്യാം. കാരണം എനിക്ക് ഒരുമിച്ച് വലിയൊരു എമൗണ്ട് പബ്ലിക്കിൻ്റെ നിന്ന് കിട്ടുകയാണ്. അതിന് പകരം പബ്ലിക്കിന് കമ്പനിയുടെ കുറച്ച് ഷെയർസ് ഞാൻ വിൽക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്. അതായത് ഇനീഷ്യലി ആദ്യമായിട്ട് പബ്ലിക്കിന് ഓഫർ ചെയ്യാണ് കമ്പനിയുടെ ഷെയർസ്, ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്. അതിനെ നമുക്ക് IPO എന്ന് വിളിക്കാം. അതായത് ഒരു പ്രൈവറ്റ് ആയിട്ട് തുടങ്ങിയ പ്രൈവറ്റ് കമ്പനി ആദ്യമായിട്ട് പബ്ലിക്കിന് ഷെയർസ് ഓഫർ ചെയ്യാണ്. ഒരു കമ്പനിയുടെ കാര്യം പറയുമ്പോൾ അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ, അതായത് NSEയിലോ BSEയിലോ ആയിരിക്കും ഇത് ലിസ്റ്റ് ചെയ്ത് പബ്ലിക്കിന് മേടിക്കാൻ പറ്റുന്ന രീതിയിൽ ഓഫർ ചെയ്യുന്നത്. അത് വെറുതെ അല്ല, അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 വർഷത്തെങ്കിലും നല്ല ട്രാക്ക് റെക്കോർഡ് വേണം, അതല്ലെങ്കിൽ 15 കോടിക്ക് മേലെങ്കിലും നെറ്റ്വർത്ത് കമ്പനിക്ക് വേണം. ഈ കുറച്ച് കണ്ടീഷൻസ്, ഇത് മാത്രമല്ല ബേസിക് ആയിട്ട് ഒരെണ്ണം പറഞ്ഞതേ ഉള്ളൂ. ഈ കുറച്ച് കണ്ടീഷൻസ് ഇത് നമ്മൾ മീറ്റ് ചെയ്താൽ മാത്രമാണ് IPOക്ക് കൺസിഡറിംഗും ചെയ്യുള്ളൂ. അപ്പോൾ ഒരു സാധാരണക്കാരൻ, അതായത് ഇപ്പൊ നമ്മൾ അപ് സ്റ്റോക്സിലും സെറോദയിലൊക്കെ ഇൻട്രാഡേ ട്രേഡിങ്ങോ അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിങ്ങോ അതേപോലെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നവർക്ക് ഈ IPOക്ക് ഒരു കമ്പനി ലിസ്റ്റ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ആ കമ്പനിനെ കുറിച്ച് പഠിച്ചിട്ട് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് തുടങ്ങുമ്പോൾ എന്തായാലും ആ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ഇത് നമ്മൾ മുകളിലേക്ക് പോകും എന്ന് പ്രതീക്ഷ തന്നെയാണ് തുടങ്ങണേ. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോസിസ് 1993 95 രൂപയ്ക്കാണ് ഇൻഫോസിസിന്റെ IPO തുടങ്ങിയത്. ഇപ്പോൾ നമുക്കറിയാം അവരെ ഏത് ലെവലിലെത്തി. റീസെന്റ് ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് എടുത്തു കഴിഞ്ഞാൽ 2017 ഡിമാർട്ടും അതേപോലെ 2019 IRCTCയുടെയും IPO വലിയ IPOs ആയിരുന്നു, ചെറിയ എമൗണ്ടിലാണ് തുടങ്ങിയത്. അപ്പോൾ IRCTCയിലോ അതേപോലെ ഡിമാർട്ടിലോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവരുടെ ഇപ്പോഴുള്ള ലാഭം ആലോചിച്ച് നോക്കി. അതേപോലെ റീസെന്റ് ആയിട്ടുള്ള കുറച്ച് നമ്മുടെ IPOസിന്റെ എക്സാമ്പിൾസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ LIC, പിന്നെ മാമ എർത്ത്, പേടിഎം, സൊമാറ്റോ, നൈക്ക, ഇതെല്ലാം എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 5-6 വർഷങ്ങളിൽ വന്ന IPOs ആണ്. അതിൽ LIC 2022 LICയുടെ IPO ആണ് ഇന്ന് വരെ ഇന്ത്യയിലെ ഏറ്റവും വലിയ IPO ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നത്. കാരണം $2.2 ബില്യൺ ആണ് അവർ കളക്ട് ചെയ്തത്. അതായത് ഒന്നും കൂടി ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ ആദ്യം പറഞ്ഞ ജ്യൂസ് ഷോപ്പിന്റെ എക്സാമ്പിളില് നമ്മൾ തീരുമാനിക്കുകയാണ് ഇതിനകത്ത് 90% ഷെയർസും നമ്മുടെ പേരിൽ തന്നെ വയ്ക്കും. ബാക്കി 10% ഒരു എമൗണ്ട് ഒരു ഷെയറിന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ പബ്ലിക്കിന് ഓഫർ ചെയ്യാണ്. നമ്മുടെ കമ്പനി IPO ലിസ്റ്റ് ആവുമ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നതൊക്കെ സെക്കൻഡറി മാർക്കറ്റിലാണ്. അതായത് ഒരു സാധാരണക്കാരന് അപ്സ്റ്റോക്സിലോ അതേപോലെ എവിടെ വേണേലും പോയി ട്രേഡ് ചെയ്യാം. അതായത് ഡിമാൻഡ് സപ്ലൈ അനുസരിച്ച് പൈസ കോടി കുറഞ്ഞിരിക്കും. പക്ഷെ ഈ ട്രേഡിങ് നടക്കുന്ന പൈസയൊന്നും എനിക്ക് കിട്ടൂല, എന്റെ ജ്യൂസ് ഷോപ്പിലേക്ക് വരില്ല. എനിക്ക് ആകെ കിട്ടുന്നത് ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റിലെ ലംസമാണ്. 2019 സൗദി അരാംകോയുടെ IPO ചേർക്കെങ്കിലും ഓർമ്മയുണ്ടാവും. ലോകത്തിലെ ഏറ്റവും വലിയ ഓയിൽ കമ്പനിയാണ് അവര്. ആ IPOയില് അവർ കളക്ട് ചെയ്തത് ഓൾമോസ്റ്റ് $30 ബില്യൺ ആണ്, അതായത് 2 ലക്ഷം കോടി. ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം LIC നേരത്തെ പറഞ്ഞ പോലെ 2022 LICയുടെ IPO 2.2 ബില്യൺ ആണ് LIC കളക്ട് ചെയ്തത്. പക്ഷെ IPOയിൽ വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഫ്യൂച്ചറിലേക്ക് ഫുള്ളായിട്ട് കമ്പനി സേഫ് ആണെന്നല്ല. ഇപ്പോൾ റിലയൻസ് പവറിന്റെയും യെസ് ബാങ്കിന്റെ ഒക്കെ ഹിസ്റ്ററി നമുക്കറിയാം. IPOയിൽ ലിസ്റ്റ് വന്നതാണ് ലിസ്റ്റിംഗിൽ, പക്ഷെ അവരൊക്കെ തകർന്നു പോയതൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. എന്നാൽ എല്ലാ കമ്പനികളും IPOയിൽ ലിസ്റ്റ് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ ഐക്യ നമുക്കറിയാം അല്ലെ, ഫർണിച്ചർ പ്രോഡക്ട്സ് ഒക്കെ ഉള്ള സ്വീഡനിലെ കമ്പനി, അവര് ഇതുവരെ IPO ചെയ്തിട്ടില്ല. അവര് ഫാമിലി കൺട്രോൾഡ് ആണ്, അവർക്ക് പുറത്തുനിന്നുള്ള പൈസ വേണ്ടായിരിക്കും. ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ പാർലേജി ബിസ്ക്കറ്റ്സിന്റെ പാർലെ അല്ലെ, അവരും IPO ചെയ്തിട്ടില്ല. അവർക്കും പുറത്ത് പൈസ വേണ്ടായിരിക്കും. അപ്പോൾ ഒന്നും കൂടി തിരിച്ചുപോയി നമ്മുടെ ജ്യൂസ് ഷോപ്പിന്റെ എക്സാമ്പിളിലേക്ക് പോയി കഴിഞ്ഞാൽ, നമ്മൾ കൂട്ടുകാരായിട്ട് ചെറിയൊരു രീതിയിൽ ഒരു ജ്യൂസ് ഷോപ്പ് തുടങ്ങുന്നു, കുറച്ച് കഴിയുമ്പോൾ എക്സ്പാൻഡ് ചെയ്യണം എന്ന് തോന്നുന്നു, അതിന് പൈസ വേണം. അപ്പൊ നമ്മൾ നാട്ടുകാരുടെ കയ്യിന്നോ അല്ലെങ്കിൽ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് നമ്മൾ പറയുന്ന ഇത്ര ഷെയർസ് തരാം, നിങ്ങൾ ഇത്ര ഓരോ ഷെയറിനും ഇത്ര വെച്ച് എത്രയോ ഷെയർസ് നിങ്ങൾക്ക് വേണോ
അതിനൊരു മിനിമം ഒക്കെ ഉണ്ട്. അത് അതിന്റെ ഡീറ്റെയിലേക്ക് പോകണില്ല, എത്ര ഷെയർസ് മേടിക്കണം എന്നൊക്കെ. അപ്പോൾ ഇവർ ഷെയർസ് മേടിക്കുമ്പോൾ ലംസം ഒരു വലിയ എമൗണ്ട് നമുക്ക് കിട്ടുന്നു, നമ്മൾ നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഈ ഉള്ള ഷെയർസ് വെച്ച് ആരൊക്കെയാണ് മേടിക്കുന്ന അവർക്ക് സെക്കൻഡറി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ട്രേഡ് ചെയ്യാം, കൂടുന്നതിനനുസരിച്ച് കൊടുക്കോ വാങ്ങോ എന്ത് വേണം ചെയ്യാം. അതാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്, IPO.